സുഹൃത്തുക്കളെ, ഏവർക്കും വണ്ടർ ഈറ്റ്സ് അഡ്വഞ്ചർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒമാൻ എന്ന കൺട്രിയിൽ മഴ പെയ്യുന്ന സമയങ്ങളിൽ ഇവിടുത്തെ നമ്മുടെ സഹോദരന്മാർ ഈ മഴയെ എങ്ങനെയാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. പൊതുവെ ഈ രാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന മഴയുടെ അളവ് വളരെ കുറവാണ്. ആയതിനാൽ തന്നെ ഇവിടുത്തെ മണ്ണിന് ഒരു പ്രത്യേകതയുമുണ്ട്. ജലം ഇവിടുത്തെ മണ്ണിലേക്ക് താഴാൻ വളരെ താമസമെടുക്കുന്നു. ആയതിനാൽ തന്നെ ചെറുമഴ പെയ്താൽ പോലും ഇവിടെ വെള്ളക്കെട്ടുകൾ രൂപാന്തരപ്പെടുകയും പിന്നീട് അത് വാദിയായി ഒലിച്ചു പോവുകയുമാണ് ഉണ്ടാവുന്നത്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇവിടെയുള്ള സഹോദരന്മാർ വന്ന് ഇതിൻ്റെ അരികത്തായി ചെറിയ ചെറിയ ടെൻറ്റുകൾ അടിക്കുകയും കൂടാതെ അവർ സ്വന്തമായി വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ ഇവിടെ നിന്ന് പാചകം ചെയ്യുകയും ചെയ്യുന്ന ഒരു രസകരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഈ കാണുന്ന മലയുടെ മുകളിൽ അവരുടെ സ്വന്തം വാഹനം കയറ്റുകയും ഡ്രിഫ്റ്റ് ചെയ്യുകയും വേറൊരു മനോഹരമായ കാഴ്ചയും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ തോതിൽ മഴ ലഭിച്ചതാണെങ്കിൽ പോലും ഈ ഭാഗങ്ങളെല്ലാം പച്ചപ്പിന്റെ ഒരു കലവറയായി മാറിയിരിക്കും. ഒരു നിമിഷം മരുഭൂമിയാണ് എന്ന് പോലും നാം ഒന്ന് ചിന്തിച്ചു പോകും. അതിമനോഹരമാണ് ഈ ഒരു കാഴ്ച. ഒട്ടനവധി വാഹനങ്ങൾ ഈ ഒരു വാദിയുടെ ഇരു കരകളിലായി നിർത്തിയിട്ടിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. അവരുടെ ഫാമിലിയുമായി വന്ന് ഭക്ഷണം പാകം ചെയ്ത് കുട്ടികളുമായി ഒരുമിച്ച് കളിച്ച് വിനോദത്തിൽ ഏർപ്പെടുന്നു. ഈ ഒരു സുന്ദര നിമിഷങ്ങളിൽ കൂടുതൽ ആൾക്കാരും അവരവരുടെ വാഹനങ്ങളിലെ ഗ്ലാസുകൾ താത്ത് പുറത്തേക്ക് തലയിട്ട് ആഹ്ലാദിക്കുന്നത് ഒരു വേറിട്ടൊരു കാഴ്ച തന്നെയാണ്. നാം ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ ഇത് കുറച്ച് സമയങ്ങളിലേക്ക് മാത്രം നിൽക്കുന്ന ഈ ഒരു പച്ചപ്പാണ്. ചൂടുകാലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അപ്പാടെ ഒരു തനി മരുഭൂമി തന്നെ ആയി മാറുന്നതാണ്. നാം ഈ കാണുന്നത് ഇവിടെ വീടുകൾ പണിയുന്ന രീതിയാണ്. ഈ ഒരു മെത്തേഡിലാണ് ഇവിടെയുള്ള വീടുകളൊക്കെ, ഒട്ടുമിക്ക വീടുകളൊക്കെയുള്ള കൺസ്ട്രക്ഷൻ്റെ രീതികൾ. മുൻവശത്തെ ഗേറ്റ് ആണെങ്കിൽ പോലും ഇവരുടെ കോമ്പൗണ്ട് വാളുകളാണെങ്കിലും ഈ ഒരു ഡിസൈനിലാണ് പൊതുവെ കണ്ടുവരുന്നത്. കുറച്ച് അകലെ മാറി ഒരു ചെറിയൊരു ഈന്തപ്പന തോട്ടം അകലെ നിന്ന് തന്നെ കാണാനിടയായി. എന്നാൽ പിന്നെ ഒന്ന് അവിടം വരെ പോയി നോക്കിയിട്ട് വരാം എന്ന് വെച്ച് പോയതാണ്. നല്ലൊരു കാഴ്ച. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. കുറച്ചു മുമ്പ് നാം കണ്ട ആ ഒരു ഫാമിന്റെ ഉള്ളിലെ കാഴ്ചകളാണിത്.
ഇവിടെയുള്ള വീടുകളിലും മറ്റു ബിൽഡിങ്ങുകളിലും എല്ലാം ഒരേ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാം ഒരുപോലെ തന്നെ. ഇവിടെ ഇപ്പം ഈ ഗവൺമെൻറ് പുതിയൊരു വീടുകൾ വയ്ക്കുന്നതിൽ ഡിസൈനുകൾ അവനവരുടെ ഇഷ്ടത്തിൽ തന്നെ പണിയാമെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ചില പുതിയ വീടുകൾ കാണുമ്പോൾ ഇവിടുത്തെ പ്രാചീന കാലത്ത് ഉള്ള ഡിസൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു കൺസ്ട്രക്ഷൻ രീതി, അതായത് നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ഒരു വീടുകളുടെ ഡിസൈൻ ഇവിടെ കാണാനിടയാവും. കുറച്ചു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ മലകളുടെ മുകളിലേക്കാണ് ഇവിടെയുള്ള ഈ നിർത്തിയിട്ട വണ്ടികളൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കയറ്റുന്നത്. അവരുടെ പല രീതികളിലുള്ള ഡ്രിഫ്റ്റിങ്ങുകളും ഈ വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇവിടെ ഈ കാണുന്ന മലകൾ, അതായത് ഒട്ടുമിക്ക ഒമാനുകളിലെ എല്ലാ മലകളും നമുക്ക് ഒരു വ്യത്യസ്ത അനുഭവമാണ് തരുന്നത്. ഈ മലകളുടെ ഡിസൈനുകൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. പല ഷേപ്പുകളിലും ഡിസൈനുകളിലും വരഞ്ഞു വെച്ച, ചിത്രകാരൻ്റെ രചനയിൽ വരച്ചു വെച്ച ഒരു ചിത്രം പോലെ ഈ മലകളെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇവിടെ ഈ റോഡരികിൽ നിങ്ങൾ കാണുന്നത് കുട്ടികൾക്കായി കളിക്കാൻ വേണ്ടിയുള്ള പാർക്ക് ഇവിടുത്തെ ഗവൺമെൻറ് സ്ഥാപിച്ചതാണ്. കൂടാതെ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ചിലവഴിക്കാനും ഈ പാർക്കുകൾ ഉപകരിക്കാം. ഇപ്പോൾ ഇബ്രി എന്ന നഗരത്തിൻ്റെ ഒരു സൈഡിലെ കാഴ്ചകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 2 റിയാൽ ഷോപ്പാണ്. ചെറിയ രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് ധാരാളം സാധനങ്ങൾ ലഭിക്കുന്നതാണ്. ഏകദേശം ഉച്ചനേരമായതിനാലാണ് റോഡുകളിൽ താരതമ്യേന വാഹനങ്ങളുടെ എണ്ണം കുറവാണ്. ആയതിൽ തന്നെ എനിക്ക് ധാരാളം ദൃശ്യങ്ങൾ എൻ്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ സാധിച്ചു. നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡ് സൂക്കിലേക്ക് പോകാനുള്ള മെയിൻ റോഡാണ്. ഇതിൻ്റെ തൊട്ട് അരികത്തായി നിരവധി കടകളും കോഫി ഷോപ്പുകളും എല്ലാം സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ ആസ്റ്റർ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ധാരാളം നമ്മുടെ ഡോക്ടർമാരും നേഴ്സുമാരും ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ യാത്രയുടെ ക്ഷീണം മാറാൻ വേണ്ടി ഞാനൊരു ചായ കുടിക്കാൻ ഈ കടയിലേക്ക് വന്നു. ഈ നഗരത്തിൽ അത്യാവശ്യം പേര് കേട്ട ഒരു നല്ലൊരു കോഫി ഷോപ്പ് എന്ന് തന്നെ പറയാം. ഇവിടെ കാശ്മീരി ടീ കിട്ടുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ്. മഴയുടെ
തോത് വളരെ താരതമ്യേന കുറവാണെങ്കിൽ തന്നെ ഇതുപോലുള്ള ചെറിയ വെള്ളക്കെട്ടുകൾ പല കടകളുടെയും മുമ്പിലും കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇവിടുത്തെ മണ്ണിന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കുറവായതിനാൽ തന്നെ പെട്ടെന്ന് വെള്ളക്കെട്ടുകൾ രൂപാന്തരപ്പെടുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടി മറ്റൊരു കടയിലേക്ക് പോയി. തിരിച്ച് എല്ലാ ഇന്നത്തെ യാത്രകളും നിർത്തിയതിനു ശേഷം വീടുകളിലേക്ക് മടങ്ങുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു കാഴ്ചയുമായി ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.